1975 ജൂൺ 12-ന് അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി എന്നായിരുന്നു. ഇന്ദിരാഗാന്ധി സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് കോടതി വിലയിരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട 7 വിഷയങ്ങളിൽ വിധി കേട്ട കോടതി 5 വിഷയങ്ങളിൽ ഇന്ദിരയെ കുറ്റവിമുക്തയാക്കി. എങ്കിലും 2 കേസുകളിൽ അവർ പരാജയപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ദിരാഗാന്ധി വോട്ടർമാരെ സമീപിക്കാൻ വേണ്ടി സർക്കാർ മിഷനറിയെ ഉപയോഗിച്ചു എന്ന് കോടതിയിൽ തെളിയുന്നു. ഇന്ദിരാഗാന്ധിയുടെ OSD അഥവാ ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായ യശ്പാൽ കപൂറിനെ നിയമവിരുദ്ധമായി ഇലക്ഷനിൽ ഉപയോഗിച്ചതായി തെളിഞ്ഞു. കപൂർ 1971 ഫെബ്രുവരി 4-ന് ഇലക്ഷൻ ഏജന്റായി ചാർജ് എടുത്തുവെങ്കിലും അതിനു മുൻപ് തന്നെ ഇന്ദിരാഗാന്ധിക്കായി പ്രചരണം നടത്തിയെന്ന് തെളിയുന്നു. മാത്രമല്ല, പ്രചാരണത്തിൽ സർക്കാർ സമ്പത്തായ സ്റ്റേജ്, ഷാമിയാന, മൈക്ക് തുടങ്ങിയവ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ഉപയോഗിച്ചതായും തെളിഞ്ഞു. കോടതി ദ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ച് 6 വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും ഇന്ദിരാഗാന്ധിയുടെ എതിരാളിയായ രാജ് നാരായണനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അധികാര കസയുടെ ലഹരി അത് ശ്രീമതി ഇന്ദിരയെ കീഴടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാജിവെക്കാൻ തയ്യാറായതുമില്ല.